ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൺഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോഴത്തേനും കുറച്ചൊന്ന് ലേറ്റായി. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ ഇന്നാണല്ലോ ഫാദേഴ്സ് ഡേ. മാത്രമല്ല ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഇതുപോലെ പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് യൂസ് ആവുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വില്ലാർട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. അപ്പം ഇത് ശരിക്കും സൂര്യ തന്നെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് മെയിനായിട്ടുള്ളത് ഇതുപോലെ ഫോട്ടോ ഫ്രെയിംസും അതുപോലെ തന്നെ നെയിം സ്ലിപ്പ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തേക്കുന്നതിനുള്ള നെയിം സ്ലിപ്പ്, അങ്ങനത്തെ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ നേരത്തെ തന്നെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ കൃത്യസമയത്ത് തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് തരും. എൻ്റെ സൂര്യയുടെ ബർത്ത്ഡേ വരുന്നത് സൺഡേ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് സാറ്റർഡേ തന്നെ സാധനം അവിടെ കിട്ടേണ്ടായി. ട്രിവാൻഡ്രത്തിലുള്ള ാണ്. അപ്പോൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തിലായതുകൊണ്ട് തന്നെ ഈസി ആയിരുന്നു ഡെലിവറി ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതാണ്. ഇതുപോലെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്തത്. ശരിക്കും ഞാൻ അവളുടെ ബർത്ത്ഡേക്ക് ഇത് സർപ്രൈസായിട്ട് അവൾ അറിയാതെ തന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ശരിക്കും ഞാനിത് ഷെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ച കാര്യമാണ്. കാരണം ഞാൻ തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞാനത് ഷെയർ ചെയ്യുമ്പോഴത്തേനും അത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടാണ് പിന്നീടാണ്. കാരണം നിങ്ങൾക്കത് യൂസ് ആവുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. സൂര്യയ്ക്ക് വീണ്ടും ബർത്ത്ഡേ വിഷസ് നേരുന്നു. അപ്പോൾ സൺഡേ ആയിരുന്നു, ഫാദേഴ്സ് ഡേയുടെ അന്നായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നിങ്ങളും അവളെ എന്തായാലും വിഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും വന്ന് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നെന്തായാലും ഫാദേഴ്സ് ഡേ ആണല്ലോ. അപ്പോൾ തലേ ദിവസം തന്നെ ആമി ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ആമിയെ കൊണ്ട് ഞാൻ ചെറിയൊരു പിക്ചറൊക്കെ വരപ്പിച്ചിട്ട് അവളുടെ അച്ഛന് കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞാനും ഒരു ചെറിയൊരു ഫാദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് നെറ്റിൽ നോക്കിയിട്ട് ഒന്ന് വരച്ചിട്ട് അങ്ങനെ അവളെ കൊണ്ട് കൊടുപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹസ്ബൻഡ് ഇതൊക്കെ കണ്ടപ്പോഴത്തേനും. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ അമ്മമാർ അച്ഛനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആയിരിക്കും അവരുടെ മനസ്സിൽ അച്ഛനെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉപദേശിച്ച് തരുന്നതും എന്നെ നേർവഴിക്ക് നടത്തിയതൊക്കെ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛന്മാരെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അമ്മയുടെ കടമയാണ്. അച്ഛനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലൊക്കെ മക്കളോട് നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ അച്ഛനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് തന്നെ വേറെ ആയിരിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഫ്രണ്ടായിട്ട് തന്നെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടായിരിക്കും കൂടുതൽ ഇഷ്ടം. എനിക്ക് അങ്ങനെയാണ്. എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ ആമയും. ഹസ്ബൻഡിനോടാണ് എന്നേക്കാൾ, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമാണെങ്കിലും അവൾക്ക് അച്ഛനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ശാസിക്കാനും വഴക്ക് പറയാനും എല്ലാം കുട്ടികളുടെ സൈക്കോളജി അനുസരിച്ച് പെരുമാറണമെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്. പക്ഷേ ശരിക്കും എനിക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അവൾക്ക് നല്ല രീതിയിൽ തന്നെ അവളെ ശാസിക്കുകയും വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഹസ്ബൻഡാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അവളുടെ മൂഡിനനുസരിച്ച് മാത്രം സംസാരിക്കുകയും അവളെ നല്ല രീതിയിൽ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛനാണ് കൂടുതലായിട്ടും നമ്മളെ ഇതാക്കി പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നത്. പക്ഷേ അമ്മമാർക്ക് അങ്ങനെയാണല്ലോ പൊതുവേ. അപ്പോൾ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോഴൊക്കെ എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് മക്കളെ അടിക്കാനും വഴക്ക് പറയാനൊക്കെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അച്ഛനേക്കാൾ ഏറെയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് അവരെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. എന്നാലും അച്ഛന്മാർക്ക് പെട്ടെന്ന്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അടിക്കാനോ വഴക്ക് പറയാനൊന്നും തോന്നാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാനൊരു അമ്മയായപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഫാദേഴ്സ് ഡേക്ക് ഇതുപോലെ ചെറിയൊരു ഗിഫ്റ്റ് പോലെ ഇതുപോലെ ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും സ്പെഷ്യലായിട്ട്
ചെമ്മീനാണ് മേടിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഹസ്ബൻഡ് പുറത്ത് പോയി കുറച്ച് കറിവേപ്പിലയും തേങ്ങയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. സവോളയൊക്കെ തീർന്നു പോയിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ചെമ്മീൻ മേടിക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് അധികം ഇങ്ങനെ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ഞങ്ങൾ 2 ദിവസമായിട്ടാണ് യൂസ് ചെയ്തത്. കറി വെച്ചേക്കും, പിറ്റേ ദിവസത്തെയും കൂടി എടുക്കും. അപ്പോൾ ഇത് 600 രൂപയ്ക്കോ മറ്റോ മേടിച്ചതാണ്. 2 കിലോയ്ക്ക് പുറത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. എപ്പോഴും ഇതുപോലുള്ള കൊഞ്ച്, കണവ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേനും ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്ത് തരും. കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വലിയ മീനാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ക്ലീൻ ചെയ്ത് തന്നെ മേടിച്ചുകൊണ്ട് വരും, കട്ട് ചെയ്തൊക്കെ വാങ്ങിക്കൊണ്ട് വരും. മിക്കവാറും ഞാൻ മീൻ വീട്ടിൽ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഈസിയാണ്, ചെയ്ത് പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഈസിയാണ്. പിന്നെ ഞാൻ ചെമ്മീനൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തു, ഞാനും ഹസ്ബൻഡും കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചീര തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇതിനിടയിൽ ഹസ്ബൻഡ് അനിയൻ പോയിട്ട് ആമിക്ക് ഇതുപോലെ കുറച്ച് സിപ്പപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതൊക്കെ ഞങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ആമിക്ക് എപ്പോഴും സിപ്പപ്പൊക്കെ കൊടുക്കാൻ, അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടുവെള്ളം കൊടുക്കും. അപ്പോൾ ഐസ്ക്രീം, തണുത്ത സാധനങ്ങൾ കഴിച്ച ഉടനെ തന്നെ ചൂടുവെള്ളം കുടിച്ചാൽ, നല്ല തിളച്ച ചൂടുവെള്ളം കുടിച്ചാൽ പെട്ടെന്ന് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുടിക്കാറില്ല. എനിക്കിപ്പോഴും സൗണ്ട് നേരെ ആയിട്ടില്ല. ശരിക്കും എനിക്ക് 1 വീക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ള കോൾഡാണ് കേട്ടോ. ഇതുവരെയ്ക്കും എൻ്റെ സൗണ്ട് നേരെ ആയിട്ടില്ല. മെയിനായിട്ട് ഇവിടെ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ്. മരുന്നൊക്കെ കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിന്ന് ഈ ഒരു ചെമ്മീൻ വെക്കുന്നതും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഞാൻ വെക്കുന്നൊരു രീതിക്ക് കാണിച്ചു തരാം. അപ്പോൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും 2 സവാളയും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത്, സ്ലൈസ് ചെയ്ത് വെച്ചത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വഴണ്ട് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരണം, നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ചെമ്മീൻ മസാല ചെയ്യുമ്പോഴത്തേനും ഇതിനകത്ത് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ എടുത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ഒരു 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുറച്ച്, മല്ലിപ്പൊടിയേക്കാളും 1 ടീസ്പൂൺ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നിങ്ങൾ ഇത് വഴറ്റിയെടുക്കേണ്ടത്. പൊടികളില്ലെങ്കിൽ കരിഞ്ഞു പോകില്ലേ, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഇതിലേക്കൊന്ന് ഉടഞ്ഞ് ചേരണം. തക്കാളി ചേർത്തിട്ടുണ്ടെന്ന് കൂടി അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നമ്മൾ തക്കാളി വഴറ്റിയെടുക്കേണ്ടത്. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ച് വെക്കാതെ എന്നെ ഒന്ന് വഴണ്ട് കിട്ടിയേനെ. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചത്. പിന്നെ അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഊറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലത്തെ മീൻ പോലെ അല്ല. ചെന്നൈയിലെ മീനിനാണെങ്കിൽ നമ്മൾ ഏത് മീൻ മേടിച്ചാലും അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഊറി ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പം നമ്മൾ എത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ മേടിച്ചാലും നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്, അതായത് നമ്മളിപ്പോൾ കറിയൊക്കെ വെക്കാനായിട്ട് അരപ്പൊക്കെ ഇടുമല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടുമ്പോഴത്തേനും വെള്ളം ഇങ്ങനെ ഊറി ഇറങ്ങി വരും. എൻ്റെ അമ്മയും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനിൽ പൊതുവെ വെള്ളം കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ മീനെല്ലാം ഇട്ടതിന് ശേഷം നോക്കിയേ, വെള്ളം നന്നായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏത് മീൻ ഇട്ടാലും ഇങ്ങനെ തന്നെയാണ്, അയലയാണെങ്കിലും മത്തിയാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് ഇവിടുത്തെ മീൻ കറി വയ്ക്കാനായിട്ട് ഒരു ഇച്ചിരി പാടാണ്. കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു അളവ് കൃത്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് അരപ്പ് തയ്യാറാക്കിയില്ലെങ്കിൽ നമ്മൾ കറി വെച്ച് എടുക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് അങ്ങ് ലൂസായി പോവും. മാത്രമല്ല നമ്മളിങ്ങനെ പറ്റിച്ചെടുത്താലും കുറേ നേരം നമ്മൾ മീൻ അങ്ങനെ ഇട്ട് തിളപ്പിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. ഇപ്പോൾ തന്നെ ഈ ഒരു ചെമ്മീൻ നോക്കി ഞാനിപ്പോൾ അടച്ചു വെച്ചപ്പോഴത്തേനും വെള്ളം ഒരുപാട് അങ്ങോട്ട് കയറി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ലാന്നേ.
അപ്പോൾ നന്നായിട്ട് ഈ വെള്ളം പറ്റിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മളിതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊരു അല്പം ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും ഇത് പറ്റി വരാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചോറിന് കഴിക്കുന്ന ആയതുകൊണ്ട് ഒരല്പം ലൂസിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ ഇത് പറ്റി നല്ല ചുരുങ്ങി നന്നായിട്ട് വരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ആമിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ശക്തിമാൻ്റെ ഇത് വെക്കാമെന്ന്. അപ്പോൾ പഴയ എപ്പിസോഡൊക്കെ എടുത്ത് വെച്ച് കാണുവാണ്. ആമസോൺ പ്രൈമിലാണെന്ന് തോന്നുന്നു, ഏതിലാണ്. ശരിക്കും ഈ ശക്തിമാനൊക്കെ കാണുമ്പോഴത്തേനും ഞാൻ നമ്മുടെ കുട്ടിക്കാലമൊക്കെയാണ് ഓർക്കുന്നത്. 90s കിഡ്സിന് ഭയങ്കരമായിട്ട് നൊസ്റ്റു ഉള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പോൾ ആമിക്ക് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ കുഞ്ഞിലെ കണ്ട് വളർന്ന കാർട്ടൂണിന് ഇപ്പോൾ ഇവർ കാണുന്നത് മാഷയും വേറുള്ള അങ്ങനത്തെയൊക്കെ അല്ലേ. അപ്പോൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഓരോ കുട്ടികൾക്കും ഓരോ ജനറേഷനും ഓരോ കാർട്ടൂൺസ് ആണല്ലോ നൊസ്റ്റാൾജിയ വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആമയ്ക്ക് ഇങ്ങനെ കാണിച്ചിട്ട്, പക്ഷേ അവൾ ശ്രദ്ധിച്ചൊന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നമ്മുടെ ജനറേഷനൊക്കെ ഭയങ്കര ഒരു സംഭവമായിരുന്നല്ലോ ശക്തിമാൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ സംസാരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.